ഹായ്, മൈസെൽഫ് അഭിലാഷ് റോത്ത്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പുതിയൊരു ടോപ്പിക്കുമായിട്ടാണ്, ടൈപ്സ് ഓഫ് പാർട്ട്ണർഷിപ്പ്. അപ്പം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഉണ്ട്. അതിൽ നിന്ന് പ്രധാനപ്പെട്ട 3 ടൈപ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ വരുന്നത് പാർട്ട്ണർഷിപ്പ് ഫോർ എ ഫിക്സഡ് പീരീഡ്, സെക്കൻഡ് വൺ പെർട്ടിക്കുലർ പാർട്ട്ണർഷിപ്പ് ആൻഡ് തേർഡ് വൺ പാർട്ട്ണർഷിപ്പ് അറ്റ് വിൽ. ഇനി ഓരോന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഒന്നാമത്തതാണ് പാർട്ട്ണർഷിപ്പ് ഫോർ എ ഫിക്സഡ് പീരീഡ്. ആ പേരിൽ തന്നെയുണ്ട് പാർട്ട്ണർഷിപ്പ് ഫോർ എ ഫിക്സഡ് പീരീഡ്. അപ്പം ഇത്തരം പാർട്ട്ണർഷിപ്പ് നമ്മൾ ഫോം ചെയ്തിരിക്കുന്ന ഒരു ഫിക്സഡ് പീരീഡിലായിരിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു പാർട്ട്ണർഷിപ്പ് തുടങ്ങുന്നു, ഒരു 10 വർഷത്തേക്ക് ഒരു എഗ്രിമെന്റ് വെച്ചു. നമ്മൾ 10 വർഷത്തേക്കാണ് ഈ പാർട്ട്ണർഷിപ്പ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ 10 വർഷം കഴിഞ്ഞാൽ, നിങ്ങൾക്ക് സംശയമുണ്ട് 10 വർഷം കഴിഞ്ഞാൽ എന്താണ്? ഇപ്പൊ 2 ഓപ്ഷൻ ഉണ്ട് നമുക്ക്. ഒന്ന്, നമുക്ക് എന്ത് ചെയ്യാം, ആ പാർട്ട്ണർഷിപ്പ് ഡിസോൾവ് ചെയ്യാം, ക്യാൻസൽ ചെയ്യാം. രണ്ടാമത്തെ ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്തായിട്ട് മാറും, പാർട്ട്ണർഷിപ്പ് അറ്റ് വിൽ എന്ന് പറയുന്ന ഒരു പ്രത്യേക പാർട്ട്ണർഷിപ്പ് ആയിട്ട് മാറും. എന്താണ് പാർട്ട്ണർഷിപ്പ് വിൽ എന്ന് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് നോക്കാം. ഫിക്സഡ് ടേം പാർട്ട്ണർഷിപ്പ് ഈസ് ഫോംഡ് ഫോർ എ ഡെഫിനിറ്റ് പീരീഡ് ഓഫ് ടൈം. ഞാൻ പറഞ്ഞു, ഒരു കൃത്യമായിട്ടുള്ള ഒരു ഫിക്സഡ് പീരീഡ് നമ്മളിവിടെ വെച്ചിട്ടുണ്ടാവും. ദ പാർട്ട്ണർഷിപ്പ് കംസ് ടു എൻ എൻഡ് ഓൺ എ ഡേറ്റ് സ്പെസിഫൈഡ് ഇൻ ദ പാർട്ട്ണർഷിപ്പ് ഡീഡ്. ആ പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്താണെന്ന് അറിയാം. ഇറ്റ്സ് എൻ എഗ്രിമെന്റ് ബിറ്റ്വീൻ ദ പാർട്ട്നേഴ്സ്, റൈറ്റ്? സോ ആ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ, ആ എഗ്രിമെന്റിൽ പറഞ്ഞിട്ടുണ്ടാവും ഇത്ര കാലയളവിലേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പാർട്ട്ണർഷിപ്പ് ഫേം ആരംഭിക്കുന്നത്. ഓക്കെ. ഇഫ് ദ ബിസിനസ് ഇസ് കണ്ടിന്യൂഡ് ബിയോണ്ട് സച്ച് എക്സ്പയറി പീരീഡ്, ദ പാർട്ട്ണർഷിപ്പ് ഈസ് ഡീംഡ് ആസ് പാർട്ട്ണർഷിപ്പ് അറ്റ് വിൽ. അപ്പൊ നമ്മൾ പറഞ്ഞിരിക്കുന്ന പീരീഡ് കഴിഞ്ഞിട്ടും അത് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ അത് എന്തായിട്ട് കരുതും, പാർട്ട്ണർഷിപ്പ് അറ്റ് വിൽ ആയിട്ട് കരുതും. ഓക്കെ, ഇതാണ് പാർട്ട്ണർഷിപ്പ് ഫോർ എ ഫിക്സഡ് പീരീഡ് എന്ന് പറയുന്നത്. അടുത്ത നോക്കാം, particular partnership. A particular partnership is formed for undertaking a particular venture. നമ്മളൊരു പ്രൊജക്ടിന് വേണ്ടിയിട്ട്, അതായത് ഒരു പ്രൊജക്ട്, ഫോർ എക്സാമ്പിൾ ഒരു ബ്രിഡ്ജ് പണിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കും. അപ്പൊ ആ പാർട്ട്ണർഷിപ്പ് എപ്പോഴാണ് തീരുന്നത്, ആ ബ്രിഡ്ജ് എപ്പോഴാണോ കംപ്ലീറ്റ് ചെയ്യുന്നത് ആ സമയത്ത് എന്ത് ചെയ്യും, അത് ക്യാൻസൽ ആവും, റൈറ്റ്? അത് തീരും. അത് എത്ര പീരീഡ് നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റില്ല, ആ ഒരു പ്രൊജക്ട് തീരുന്നത് വരെ. സോ അത്തരം പാർട്ട്ണർഷിപ്പിനെയാണ് പെർട്ടിക്കുലർ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഓട്ടോമാറ്റിക്കലി കംപ്ലീഷൻ ആവുന്നത് എപ്പോഴാണ്, ആ പ്രൊജക്ട് എപ്പോഴാണ് കംപ്ലീറ്റ് ആവുന്നത് അപ്പോൾ തീരും. അപ്പോൾ തീർന്നു കഴിഞ്ഞാൽ വീണ്ടും കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാർട്ട്ണർഷിപ്പ് അറ്റ് വില്ലായിട്ട് കൺവേർട്ട് ചെയ്യാം. ഇതാണ് സെക്കൻഡ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. തേർഡ് വൺ ആണ് പാർട്ട്ണർഷിപ്പ് അറ്റ് വിൽ. ഓക്കെ. ദ എഗ്രിമെന്റ് ഫോർ പാർട്ട്ണർഷിപ്പ് അറ്റ് വിൽ ഈസ് ഫോംഡ് ഫോർ കെയറിംഗ് ഓൺ ജനറൽ ബിസിനസ് and it does not specify the time for the termination of partnership. ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതിൽ എത്ര ടൈം ഒന്നും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവില്ല. ഒരു പ്രൊജക്റ്റും ഉണ്ടാവില്ല. സെക്കൻഡ് വണ്ണിൽ ഞാൻ പറഞ്ഞത് പെർട്ടിക്കുലർ പാർട്ട്ണർഷിപ്പിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു പ്രൊജക്ട് കംപ്ലീഷൻ വരെയാണ്. ഓക്കെ. ഇതിന്റെ പ്രത്യേകത, ഫോർ എക്സാമ്പിൾ ഇന്ന് മോർണിംഗ് നമ്മൾ എന്ത് ചെയ്തു, പാർട്ട്ണർഷിപ്പ് തുടങ്ങി. നമ്മൾ എന്ത് ചെയ്യും, വൈകുന്നേരം ആകുമ്പോൾ നമുക്ക് തീരുമാനിക്കാം അത് വേണ്ട. സോ ഒരു എഗ്രിമെന്റ് ഉണ്ടാവില്ല. എഗ്രിമെന്റിൽ എന്ത് പറഞ്ഞിട്ടുണ്ടാവില്ല, ഇത്ര ടേം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവില്ല. ഇറ്റ് ക്യാൻ ബി ടെർമിനേറ്റഡ് അറ്റ് എനി ടൈം ബൈ മ്യൂച്വൽ അഗ്രിമെന്റ്. സോ പാർട്ട്നേഴ്സ് തമ്മിൽ ഒരു മ്യൂച്വൽ അഗ്രിമെന്റ് വെച്ചിട്ട് എന്ത് ചെയ്യാം, അത് ക്യാൻസൽ ചെയ്യാം. അങ്ങനെ ക്യാൻസൽ ചെയ്യുന്നുണ്ടെങ്കിൽ പാർട്ട്നേഴ്സ് വാണ്ട് ടു ഗിവ് എ റിട്ടേൺ നോട്ടീസ് കൊടുത്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ. ആസ് പെർ പാർട്ട്ണർഷിപ്പ് ആക്ട്, എ പാർട്ട്ണർഷിപ്പ് at will can be dissolved by any partner serving notice writing other partners. ഇതാണ് different types ഇതാണ് different types of partnership. Okay, thank you.